നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശ രാജ്യങ്ങളിൽ പൊലിയുന്ന പ്രവാസികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കോവിഡ് മഹാമാരിയിൽ നിരവധി പ്രവാസികളുടെ ജീവൻ അന്യനാടുകളിൽ പൊലിഞ്ഞിരുന്നു. അതുമാത്രമല്ല, കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ തൊഴിൽ നഷ്ടമായതും സാമ്പത്തിക പ്രതിസന്ധിയുമൊക്കെ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുമുണ്ട്. അത്തരത്തിൽ കുവൈത്തിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കുവൈത്തിൽ ഒറ്റ ദിവസം പൊലിഞ്ഞത് പ്രവാസികളുൾപ്പെടെ 3 പേരുടെ ജീവനാണ്. കുവൈറ്റിൽ ഒറ്റ ദിവസം വ്യത്യസ്ത സംഭവങ്ങളിലായി 3 പേർ ആത്മഹത്യ ചെയ്തതായി റിപ്പോർട്ട്. ഒരു പ്രവാസിയും 2 സ്വദേശികളുമാണ് ആത്മഹത്യ ചെയ്തതെന്ന് അധികൃതർ അറിയിച്ചു. ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന സ്വദേശി യുവാവാണ് ആത്മഹത്യ ചെയ്തതിൽ ഒരാൾ. ബാത്റൂമിൽ വെച്ച് കഴുത്തിൽ കുരുക്കുണ്ടാക്കി തൂങ്ങി മരിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. മറ്റൊരു സംഭവത്തിൽ 26 വയസ്സുകാരനായ സ്വദേശി യുവാവ് ഉമരിയയിലെ വീടിന് സമീപത്ത് വെച്ച് ആത്മഹത്യ ചെയ്തു. മരക്കൊമ്പിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. സാൽമിയയിൽ വെച്ച് ഒരു പ്രവാസി യുവാവും കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഒരു കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയാണ് ഇയാൾ ജീവനൊടുക്കിയത്. ശബ്ദം കേട്ട് കെട്ടിടത്തിലെ സുരക്ഷാ ജീവനക്കാരൻ ഓടിയെത്തിയപ്പോഴാണ് രക്തത്തിൽ കുളിച്ച നിലയിൽ പ്രവാസിയെ കണ്ടെത്തിയത്. അടുത്തിടെയാണ് ഇയാൾ ഇവിടെ ജോലിയിൽ പ്രവേശിച്ചതെന്നും അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഏഷ്യക്കാരനായ പ്രവാസിയെ കുവൈത്തിൽ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. സാദൽ അബ്ദുള്ള ഏരിയയിലായിരുന്നു സംഭവം. യുവാവിനെ കാണാതായതിനെ തുടർന്ന് സുഹൃത്ത് അന്വേഷിച്ചെത്തിയപ്പോഴാണ് മരണവിവരം അറിഞ്ഞത്. ഫോൺ വിളിച്ചിട്ട് മറുപടിയില്ലാതായതോടെയാണ് സുഹൃത്ത് അന്വേഷിച്ച് മുറിയിലെത്തിയത്. എന്നാൽ വാതിൽ അടഞ്ഞുകിടക്കുന്നതായിരുന്നു കണ്ടത്. തുടർന്ന് ആഭ്യന്തര മന്ത്രാലയത്തിലെ ഓപ്പറേഷൻസ് റൂമിൽ വിവരമറിയിച്ചു. സ്ഥലത്തെത്തിയ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാതിൽ തകർത്ത് അകത്ത് പ്രവേശിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം ശാസ്ത്രീയ പരിശോധനയ്ക്കായി ഫോറൻസിക് വിഭാഗത്തിന് കൈമാറി. മരണകാരണം കണ്ടെത്തുന്നതിന് വിശദമായ അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ മറ്റൊരു സംഭവത്തിൽ 6 വർഷമായി നാട്ടിൽ പോകാത്ത മലയാളി സൗദി അറേബ്യയിൽ മരിച്ചിരുന്നു. കൊല്ലം ചവറ സ്വദേശി ഷാഫിയാണ് റിയാദിലെ താമസ സ്ഥലത്ത് മരിച്ചത്. റിയാദിൽ ജോലി ചെയ്തിരുന്ന ഇദ്ദേഹം നാട്ടിൽ പോയി വന്നിട്ട് 6 വർഷം കഴിഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.